മുബാറക് മുത്തുമണീസ്. അപ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയപ്പോൾ ഒരു 3 മണിയായി. പൊന്നീസ് മോനിട്ടനും ബഹളം, പിന്നെ രാത്രി ജോലിയൊക്കെ ഒതുക്കി വെച്ചു. അങ്ങനെയൊക്കെ ഉറങ്ങി ഞാനും അണ്ണനും വർത്താനമൊക്കെ പറഞ്ഞ് കിടന്ന് 3 മണിയായി. അല്ലെങ്കിലും അങ്ങനെ നേരത്തെ കിടക്കണമെന്ന് വിചാരിക്കുന്നതിൻ്റെ ഒന്നും ഉറക്കം വരുത്തതേയില്ല. അപ്പം ഇന്ന് വലിയ പെരുന്നാൾ നമസ്കാരം 7 മണിക്കാണല്ലോ. 6:30 ആകുമ്പം മോൻകുട്ടനെയും അണ്ണനെയും വിളിക്കണം. പൊന്നു കുറച്ച് നേരം കൂടെ ഉറങ്ങിക്കോട്ടല്ലേ. അപ്പം ഞാൻ പോയി വേഗം കുളിച്ചിട്ട് വരാമേ. ഈദ് മുബാറക്. ഉറക്കം ശരിയായില്ല. എൻ്റെ ഫ്രണ്ട്സ് സാലിഹ കാണിക്കണ്ടേ, മൈലാഞ്ചി കാണിക്കണ്ടേ. കണ്ടോ മോനുകുട്ടൻ പറയാം അത്താടെ മസിൽ കാണുമ്പം അമ്മ വിരിഞ്ഞു വരുമെന്ന്. അണ്ടിങ്ങനെ അമ്മ വിരിഞ്ഞു വരും. ഞാൻ ഹീറ്റർ ഓണാക്കി ഇട്ടേക്കുവാ. രാവിലത്തെ കാപ്പിക്ക് നമുക്ക് ഒറോട്ടിയും ബീഫ് വരട്ടിയെടുത്തതാണ്. അപ്പോൾ എനിക്കറിയാമായിരുന്നു രാവിലെ എന്തൊക്കെയാണെങ്കിലും സമയം കിട്ടൂല. എവിടെയെങ്കിലും പോകുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷമുള്ളതിനോ തലേന്ന് ഞാനും അണ്ണനും ഉറങ്ങത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ ഭയങ്കര ക്ഷീണമായിരിക്കും. അതുകൊണ്ട് ഇറച്ചിക്കറി ഞാൻ ഇന്നലെ വെച്ച് വരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ഒറോട്ടിയൊക്കെ സെറ്റായി. അപ്പോൾ കുറച്ചൊരു 3-4 എണ്ണം മതി തൽക്കാലത്തേക്ക്. കാരണം അണ്ണനും മോനുകുട്ടനും പള്ളി പോകുന്നതിന് മുമ്പ് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഉണ്ടാക്കിയാൽ മതി. നമുക്ക് വലിയ സമാധാനത്തിൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇന്നലെ 1 കിലോ പോത്തിറച്ചി വാങ്ങിച്ചതാണ് ഞാൻ ഈ വരട്ടി എടുത്തേക്കുന്നത് കേട്ടോ. 1 കിലോയുടെ ആവശ്യമുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്ക് വീട്ടിലുമാണ്. പിന്നെ അതുമല്ല നമുക്ക് പള്ളിയിൽ നിന്ന് ഇറച്ചി കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ഒരുപാടാവും. 3-4 ദിവസം ഈ ഇറച്ചി തന്നെ ആയിരിക്കും. അപ്പം കേട്ടോ വാ, അമ്മ ഇന്നലെ പറഞ്ഞില്ലേ പള്ളി നിസ്കരിക്കാൻ പോകണമെന്ന്. വാ അമ്മയുടെ പൊന്നല്ലേ, ഞാൻ ചക്കര വേവിയേ. വാ 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 നല്ല സമയമായി. വാ വാ എൻ്റെ അത്ത ഒരുങ്ങി നിൽക്കുന്നു. വാ പൊന്നെ വാ വാ പൊന്നെ വാ അമ്മയുടെ പൊന്നുമോൻ വാ വാ കണ്ണാ വാടി വാ. ഉറക്കം ശരിയല്ല കേട്ടോ. അതുമല്ല ഒരു 2:30 മണിക്കാണ് ഉറങ്ങിയത്. അത് കഴിഞ്ഞൊരു 4 മണിയായപ്പോൾ സ്വപ്നം കണ്ട് കിടന്ന് കരഞ്ഞ് ബഹളവും ഒക്കെ ആയിരുന്നു. ഉറക്കം ശരിയായിട്ടില്ല. വാ പൊന്നെ വാ. മോൻകുട്ടനെ ഇട് ഒറോട്ടി, നല്ലൊരു ഒറോട്ടി. മോട്ടനെ ഒന്നുകൂടെ തട്ടെ, അത് തിന്നിട്ട് മതിയാ. ഇത് അരപ്പുണ്ട് മോനെ, അവന് ചാറ് വേണമെന്ന്. ഇങ്ങോട്ട് പിടി. ആര് പറഞ്ഞേ? തിന്ന് നോക്ക് ടേസ്റ്റ് ഉണ്ടോന്ന്, എന്നിട്ട് അമ്മായ പറ. അവന് കുറെ ചാറ് വേണം, അതിൽ വെള്ളം പോലെ. ദാണ്ട് ഇത് നോക്ക് മോനുകുട്ടാ. കേട്ടോ ഇതാണ്ട് ഇതാണ് കറി. ഇങ്ങനെ തിന്നു പൊന്നെ. ആണ്ട ചാറുണ്ടടി, അരപ്പുണ്ട്. ഇതാണ്ടേ ഇതൊക്കെ അരപ്പാടി. ഇതാണ്ട വന്നല്ലോ ചാറ്. കൂട്ടി തിന്നു പൊന്നെ. തിന്ന് നോക്ക്, രുചിയുണ്ടോ നോക്ക്. കൊള്ളാൻ പൊണ്ണേ. അതെ കുഞ്ഞല്ലേ മക്കള് കാറിപ്പോ. അയ്യോ മോനുകുട്ടൻ അങ്ങോട്ട് മാണ്ട. ഇപ്പോഴേ മഴയാട്ടോ. മഴ ഇങ്ങനെ ചിണുങ്ങി പെയ്യുവാണ്. മോണ്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ തക്കുട് ബേബി ഇപ്പൊ വരും. ഇപ്പൊ വന്ന് നമുക്ക് കിടന്നുറങ്ങാമോ? നല്ല ചെരുപ്പിട്ടുണ്ട് പോടി. ഒന്നും മറുപടി ഇല്ല ഫ്രണ്ട്സ്. ഉണ്ട്. പോയിട്ട് വാ. അസ്സലാമു അലൈക്കും. മോനോട്ടനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചോ. അവന് ചെരുപ്പ് എടുത്തു കൊടു. അല്ലെങ്കിൽ അവിടെ നോക്ക്, പിന്നെ ഷൂറാക്കി നോക്കണേ അപ്പുറത്തുകൂടെ. ഇന്നലെ ഒരു കെട്ടിരിപ്പ് എടുത്തായിരുന്നല്ലേ മോനക്കുട്ടാ? കാണും. അല്ലെങ്കിൽ ആ ഷൂറാക്കി നോക്കും മോനെ. മറുപടി ഇല്ല അവന്. കാരണം ഉറക്കം ശരിയാവാത്തതിൻ്റെയും. വേഗം പോ. പോയിട്ട് വാ. ഓടിവാ. പോത്തിനെ കണ്ടോ മോനോട്ടാ? അയ്യത്ത് പോയില്ലയോ? എന്നാ ബാ. ഇത്തിരി ആളുണ്ടായിരുന്നോ? ഇല്ലായിരുന്നോ പള്ളിയില്?
ഉറങ്ങാൻ പോവാന്നോ? അപ്പം നിന്നിട്ട് ഉറങ്ങാം. അവിടെ ഇരി. അപ്പം അണ്ണ നേരെ ഇനി പോത്തിനെ ഇറക്കുന്നിട്ട് പോവാണോ? പിന്നെ അല്ലാതെ ഇവിടെ കിടന്ന് ഉറങ്ങി പോത്തില്ല. സത്യം ഇനി നിന്നാ ഉറങ്ങിപ്പോയതുകൊണ്ട് ഞാൻ അണ്ണോട് പറഞ്ഞു ഒരുങ്ങി. അണ്ണൻ പോത്തിനെ ഇറക്കുന്നിട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം സെറ്റാക്കി ഒരുങ്ങി പൊന്നൂനെ ഒരുക്കി നേരെങ്കിലും കാണണ്ടേ, വർഷത്തിൽ കിട്ടുന്ന അവസരങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ. ഒരുങ്ങി നിന്ന് കഴിഞ്ഞാൽ അതല്ല നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും കാണും, അപ്പം രസവാ അല്ലേ, എല്ലാവരുമായിട്ട് സംസാരിക്കാം, എടുക്കാം. മോട്ടനും മനുഷ്യൻ ഇന്നലെ പറഞ്ഞതാ പോത്തിനെ അടക്കുന്നതും കാണാൻ വരുമെന്ന്. പക്ഷെ ഉറക്കത്തിന്റെ പ്രശ്നം, നല്ല ജോലിയൊക്കെ ചെയ്തതിന്റെ ക്ഷീണത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഉറങ്ങി വന്നപ്പം ഇവ സ്വപ്നം കണ്ട് കിടന്ന് കരച്ചിലായിരുന്നു. 3 മണിയായപ്പോഴാണ് ഉറങ്ങിയത്. 3 മണിയാ ഉറങ്ങിയത്. അതല്ലേലും അങ്ങനെ ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്നതിൻ്റെ അന്നോ എന്തെങ്കിലും വിശേഷമുള്ളതിൻ്റെ അന്നും തലേന്ന് ഉറങ്ങാൻ വഴിയുള്ളൂ. മോനോട്ടും പൊന്നിച്ചു ചുമ്മാ ചിരിക്കുന്നു, കിടന്ന് കളിക്കുന്നു, ബഹളം വയ്ക്കുന്നു, അത്രയും കിടന്ന് ചാടി സംസാരിച്ചോണ്ടിരുന്നത്. ഉറങ്ങി കഴിഞ്ഞപ്പോൾ ആണ്ട സ്വപ്നം കണ്ട് കിടന്ന് നിലവിളിയും കരച്ചിലും ബഹളവും. പിന്നെ ആയത്തെ കുറിച്ചൊക്കെ ഓതിയിട്ടാ ഉറങ്ങിയതാ. ഉറക്കം ശരിയായില്ല. അമ്മ ഇനി അപ്പം തിന്നിട്ട് കിടന്ന് ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുങ്ങി വീട്ടിലോട്ട് പോവാം. അണ്ണ അപ്പോഴത്തേക്ക് പോയിട്ട് അവിടെ അത് കുറച്ച് കഴിഞ്ഞ് പോവാം. 7:30 ആയതല്ലേ ഉള്ളു. സത്യവാ, രാവിലെ എണീറ്റ് കഴിഞ്ഞാലേ ഇപ്പൊ അവര് വിചാരിക്കോ രാവിലെ വന്ന അമ്മ വിചാരിക്കും. ഇനി അവരമ്മ വിചാരിച്ച രാവിലത്തെ കാപ്പിയും കൂടെ കൊടുക്കണമല്ലോ. ഇന്ന് ഞങ്ങളുടെ വീട്ടിലാട്ടോ ഫ്രണ്ട്സ്. അമ്മ വിളിച്ചു, അതുകൊണ്ട് അങ്ങനെ കെട്ടും കെട്ടി അമ്മ പോവാന്ന് വിചാരിച്ചു. ഇവിടെ കിടന്ന് കുക്കിംഗ് നേരം കിടന്നിട്ടൊക്കെ പോയാൽ മതി, ഞാൻ പോവാ. ആള് വരാണ്ടല്ലോ. ശരി എന്നാ ബാക്കി പാവം പിന്നെ കാണാം. ചില നാട്ടിലൊക്കെ അവിടുത്തെ പള്ളികളിൽ ഇതുപോലെ എല്ലാവരും അറുത്ത് കൊടുക്കാനുള്ള പോത്തിനെയൊക്കെ കൊടുക്കും. പിന്നെ ഇറച്ചിയുടെ ഒരു പങ്ക് കൊടുക്കും. അപ്പോൾ ഒരുമിച്ച് അറുത്തിട്ട് എല്ലാവർക്കും ഒരുപോലെ പങ്ക് വെച്ച് കൊടുക്കും. ചില നാട്ടിൽ അവരവരുടെ വീടുകളിൽ അറുത്ത് അവരവർ വേണ്ടുന്നവർക്കൊക്കെ കൊണ്ടു കൊടുക്കുകയാണല്ലോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ. അപ്പം ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങി. അണ്ണൻ പോത്തിനെ എല്ലാം കണ്ടിട്ട് വന്ന് മോനുകുട്ടനും കാപ്പി കുടിച്ചിട്ട് ഞാനും മോനുകുട്ടനും പൊന്നൂസും എന്നിട്ട് അണ്ണൻ പള്ളിയിൽ നിന്ന് അണ്ണനും കൂടെ കിടന്നങ്ങ് ഉറങ്ങി. ഇപ്പോഴാണ് എണീറ്റത്. ഞാൻ ഒരു 9:30 ആയപ്പോൾ വന്ന് കിടന്നു. ഇപ്പൊ സമയം 11:30 അപ്പൊ സത്യം പറഞ്ഞാല് ഇന്ന് പെരുന്നാളിന് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും വെക്കണ്ടാത്തോണ്ടാണ് അങ്ങനെ കിടന്ന് ഉറങ്ങിയത്. വീട്ടിലോട്ട് പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ്. ഇന്നലത്തെ ആ ക്ഷീണം, ഭയങ്കര മത്തവും ക്ഷീണവും ഭയങ്കര ഇടിയും. ഞാൻ വിചാരിച്ചത് ഒന്ന് ഉറങ്ങി ഒരു 11 മണിയാകുമ്പോൾ എണീറ്റതിന് ശേഷം നമുക്ക് പുത്തനൊക്കെ ഇട്ട് ഒരുങ്ങാന്നാ വിചാരിച്ചത്. പക്ഷെ ഈ മഴയത്തും ഇടിയത്തും എന്തു ചെയ്യാനാ, ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റത്തില്ലാണ്ട് ഇരുണ്ട് മൂടി കിടക്കുന്നു. പിന്നെ വിചാരിച്ചെങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ പുത്തനൊക്കെ ഇടാം. പക്ഷെ ഇതെല്ലാം പുതിയതാട്ടോ, ഇത് പുതിയതാ. പിന്നെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കാൻ പോകാം. പിന്നെ മോനുകുട്ടനും പൊന്നൂസിനൊക്കെ വീട്ടിൽ ഇടാൻ പുതിയത് എടുത്തല്ലോ. അപ്പൊ അത് രണ്ടുപേരും അതുകൊണ്ട് മോനുകുട്ടനെ എണീറ്റ് പുത്തനും ഇട്ടിട്ട് കടലിൽ കിടന്നുറങ്ങുന്നു. പൊന്നൂസ് കണ്ട് കുളിക്കാൻ കയറി. അപ്പോൾ പുത്തൻ തന്നെ എല്ലാവരും. എന്നിട്ട് വീട്ടിലോട്ട് പോയി അമ്മ വിളിച്ച് ചോറുണ്ണാൻ പോയിട്ട് വരാം. അന്നേരം ഈ ഒരുങ്ങുന്ന കാര്യമൊക്കെ ഇനി എനിക്കറിയ എന്തോ പറയുന്ന മത്ത് എൻ്റെ കണ്ണൊക്കെ കണ്ടില്ലേ, ആ ഒരു മടിയും ഒക്കെ. നമുക്ക് എവിടെങ്കിലും പോകാനുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതുമല്ല പള്ളി ഇറച്ചി വാങ്ങാൻ പോണോ ഇല്ലയോ? ശരിയാ, പള്ളി ഇറച്ചി. ഞാൻ വിചാരിക്കോ പള്ളി ഇങ്ങോട്ട് കൊണ്ടുതരൂന്നും പറഞ്ഞോണ്ടേ അങ്ങനെ ആ ഒരു ഓർമ്മയായിരുന്നു. പണ്ടങ്ങനെയായിരുന്നു ഇല്ലയോ? വണ്ടിക്കകത്ത് പെട്ടി ഓട്ടോയിലും ജീപ്പിലും ഒക്കെ സ്ലിപ്പ് അനുസരിച്ച് വീട്ടിൽ കൊണ്ട് തരുമായിരുന്നു. നമ്മളവിടെ പോയി മേടിക്കണം. അതൊരു പിന്നെ വീട്ടിലെ കൊണ്ട് തന്നെ ബുദ്ധിമുട്ടല്ലേ. ഇപ്പൊ എല്ലാവർക്കും വണ്ടിയും ബൈക്കെല്ലാം ഉള്ള മേടിക്കട്ടെ. ഫ്രീ ആയിട്ട് ഇറച്ചി കിട്ടുന്നില്ല ഇല്ലയോ? ഇപ്പൊ ഇറച്ചിക്കടയിൽ പോയാൽ നമ്മൾ മേടിച്ച് ക്യൂ നിൽക്കത്തില്ല, അത് പൈസയും കൊടുക്കണതായോ. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാൻ മൊത്തം എന്തൊരു ഇരുട്ട്. കാരണം ഇടി ഇടിക്കുമ്പം ഇതെല്ലാം ഓഫ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ പപ്പ പണി കിട്ടും കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാം ഓഫ് ചെയ്ത് സമാധാനമായിട്ട് കൊണ്ടുവരാം. ആണ്ട ഫ്രണ്ട്സ്, ചിണിങ്ങി നിൽക്കുന്ന മഴയാ. പിന്നെ എന്തോ ചെയ്യണം, എന്തോ ആണ്ട ഞങ്ങളുടെ മിറ്റിലെല്ലാം മഴയത്ത് പോയി. അതെ, എല്ലാവരും ചിണുങ്ങുന്നു. പൊന്നു ചിണുങ്ങുന്നു. മോനുകുട്ടൻ താണ്ടെ നല്ല വീഡിയോ. വാ മോനുകുട്ടൻ ഒന്ന് മോൻ കഴിയിട്ട് വാ. ഉറക്കത്തിന്റെ മത്ത് പോട്ടടി പോ. ആണ്ട അത്ത കഴുകി തരും. പോ കണ്ണാ.
ഷിയാമ്മയുടെ വീട്ടിൽ പോയി തേങ്ങാച്ചോറ് തിന്നെ. ഈദ് മുബാറക്ക് പറ പൊന്നു. എല്ലാവർക്കും ഈദ് മുബാറക്ക്. എന്റെ മൈലാഞ്ചി ഇത് അത്ത ഇട്ടതാണ്, ഇത് ഞാൻ രാത്രി 9:00 പോയി രണ്ടാമത് വേറെ ഡ്രസ്സൊക്കെ എടുത്തതാ. അമ്മ ഇട്ടതാണ്. പക്ഷെ ഇത് പൊന്നൂസിന് വീട്ടിൽ ഇടാൻ പുത്തൻ എടുത്ത കേട്ടോ, രണ്ടുപേർക്കും 2 ജോഡി വീതം എടുത്തായിരുന്നല്ലോ. അതെ, പിന്നെ പുത്തൻ ഇടണമല്ലോ എന്നും പറഞ്ഞ് ഞങ്ങള് പോയി നല്ല കല്ലുള്ള ഡ്രസ്സൊക്കെ എടുത്ത്. അത് ഞാൻ വന്നിട്ട് കാണിക്കാം, വന്നിട്ട് എടുത്ത് കാണിക്കാം. അതെ അതെ, കണ്ടില്ലയോ? കണ്ട് അത് മൊത്തം അഴുക്കാം. പെരുന്നാൾ കോടി ഇട്ടോണ്ടാത്ത പള്ളിയിലൊക്കെ പോയത്. നൈറ്റി. ഇനി പുത്തനൊക്കെ നമുക്ക് വന്നിട്ട് കാണിക്കാം. പോവാം, ബാ പോ പോ. ഓ, അവൻ പള്ളി പോയത് തന്നെ വലിയ കാര്യമോ ഫ്രണ്ട്സ്. ഇല്ല, അമ്മ നമ്മളെങ്ങും പോകുന്നൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞോണ്ട് അനിയന്മാരെ ഒന്നും വിളിച്ചില്ല. നമ്മളെ ഫോട്ടോ എടുക്കാൻ വരുന്ന അനിയന്മാരുണ്ടല്ലോ, ഈദ് മുബാറക്ക് ഒക്കെ അയച്ചു. അവര് എനിക്ക് തോന്നുന്നൊരു 2-3 വർഷത്തിനിടയില് 2-3 വർഷത്തിന്റെ ഇടയിലാന്ന് തോന്നുന്നു അവരെ പെരുന്നാളിന് ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് വിളിക്കാത്തത്. കാരണം ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാളും വിളിക്കും. നമ്മൾ അവിടെ വാടകയ്ക്ക് താമസപ്പോഴും വരും. അവരെ ഒരുമിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയൊക്കെ ചെയ്ത്. ഈ പെരുന്നാളിന് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തോണ്ടും ഇല്ലാണ്ട് അറിഞ്ഞതേ ഇല്ല. പെട്ടെന്നായി. അതെ, എല്ലാ പെരുന്നാളിനും അവന്മാരും നമ്മുടെ കൂടെ ആയിരുന്നു. അവന്മാരെ ഓർക്കണമല്ലോ. എനിക്ക് വീഡിയോ ഒക്കെ അയച്ചേക്കുന്നു. നമുക്ക് ഇറങ്ങാം, വീട്ടിൽ പോയിട്ട് വിശേഷം പറയാം. പൂച്ചയില്ലേ? പൂച്ച അമ്മ, യു മൈ മമ്മി ഈസ് നോട്ട്. ഉണ്ടോ? ആഹാ, അമ്മ എല്ലാം റെഡിയാക്കി വെച്ചോ നോക്കട്ടെ ഫ്രണ്ട്സ്. ഇത് ഇന്നലെ വീട്ടിൽ വന്ന് വാങ്ങിച്ചോണ്ട് ഇഞ്ചിക്കറി. പരിപ്പ് നിസ്കരിക്കണോ? തേങ്ങാച്ചോറ്, വെള്ളം, ഇത് പരിപ്പ്. അതാണ്ട ബീഫ് കറി, ഇത് തേങ്ങാച്ചോറ്, എല്ലാം സെറ്റ്. ഇലയും വെട്ടി വെച്ചോ. വെരി ഗുഡ്. പൊന്നൂന് ആദ്യം വിളമ്പി കൊടുക്കുക. അവർക്ക് ഭയങ്കര വിശപ്പെന്ന്. അറിയാ, അത്ത വിളിക്കുന്ന കേട്ടോ. തേങ്ങാച്ചോറ് സാധാരണ വീട്ടിൽ തേങ്ങാച്ചോറ് തന്നെ എന്നും. അണ്ണന്റെ അമ്മ ഇന്നും തേങ്ങാച്ചോറ്. അണ്ണന്റെ അമ്മയ്ക്ക് തേങ്ങാച്ചോറേ അറിയും. ചിക്കൻ അല്ല പൊന്നു, ബീഫ്. അങ്ങനെ പറയൂ, ചിക്കൻ എന്നേ പറയൂ. അച്ചാറല്ലേ, അത് ഇഞ്ചിയാ. ഇഞ്ചി ഇഞ്ചി. അണ്ണ എവിടെയും ഇവര് ഈ ബീഫ് കറിക്ക് ചിക്കൻ കറീനേ പറയും. പൊന്നൂസും മോണക്കുട്ടനും അത് തന്നെ. മതി എണ്ണേ, മതി. ഞങ്ങളുടെ വിളമ്പ് മതി 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 മുത്തേ. അമ്മച്ചിത്തായി ഇന്നലെ ആയിരുന്നു പെരുന്നാള്. ഇന്നലെ ആയിരുന്നു. ഓ ശരി. അമ്മച്ചിത്താക്ക് ഇന്നലെ കൊഞ്ച് ബിരിയാണി. മതി എണ്ണേ. എന്നാ മോനുട്ടാ പൊന്നു. ഞാൻ മറ്റേ ബീഫ് വരട്ടി വെച്ച് തീർന്ന്. അടിപൊളിയായിരുന്നു, തികഞ്ഞില്ല. കാരണം ചാറൊന്നും ഇല്ലാതെ ഇങ്ങനെ വരട്ടി 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 വരട്ടി. ഈ മോനൂട്ട ഒറോട്ടിയുടെ കൂടെ കൊടുത്തപ്പോ പറയാ ഇത് ചാറില്ല, ഇങ്ങനെയല്ല കറി ചാറ്. എന്നിട്ട് ഞാൻ തിന്നു നോക്കടാ നിർബന്ധിച്ചു. തിന്നു നോക്കിയിട്ട് പിന്നെയും വരുവാ, തരുവോ? അങ്ങനെ മൊത്തം തിന്ന് അഭിനയിച്ചതാ. ചിണുങ്ങി മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുവാണ്. അപ്പം ഈ വർഷത്തെ വലിയ പെരുന്നാൾ ദേ മഴ കൊണ്ടുപോയി. പിന്നെ അതല്ല, നമുക്ക് പെരുന്നാളാണ് എന്നുള്ളൊരു ഫീല് വരാത്തത് ഈ സ്കൂള് ഉള്ള സമയത്ത്, വെക്കേഷൻ ആയതുകൊണ്ട്. അല്ലാതെ സ്കൂളുള്ളപ്പോൾ സമയമാണ് നമുക്ക് പെരുന്നാളെങ്കിൽ ആ ഒരു ലീവ് ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും. അടുപ്പിച്ച് വന്ന പോലെ ഞാൻ വെക്കേഷൻ തന്നെ ആയിരുന്നല്ലോ, അതാണ്.
മോനൂട്ട അങ്ങോട്ട് വീഴും. പൊന്നു ആ വെളിയിൽ ലൈറ്റൊക്കെ അങ്ങ് ഓഫ് ചെയ്യും മോനെ. ഈ ഇന്ന മൈക്ക് വെച്ച് ഈ അല്ല, ഈ പെരുന്നാൾ ട്രിപ്പ് എന്ന് പറയുന്നതേ എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകണം, എന്നാലേ അതിനുള്ള ഫീല് വരും. ഇതിപ്പോ രാവിലെയും ചാപ്പാട്, ഉച്ചയ്ക്കും ചാപ്പാട്, രാത്രിയും ചാപ്പാട്. പ്രവാസി ആയിരുന്നപ്പോഴും ഇതൊക്കെ തന്നെയാ. പക്ഷെ എനിക്ക് ഒരു ദിവസം പോലും പെരുന്നാളിന് പോലും ലീവില്ലായിരുന്നു. ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ആഹാരം കഴിക്ക് നേരെ പോയി കട തുറക്കണം, ആ അവസ്ഥയായിരുന്നു. പക്ഷെ ചിലവരൊക്കെ നീ അതെടുത്തോണ്ട് പോയി എനിക്ക് സംസാരിക്കണ്ടേ? ഞാൻ സംസാരിച്ചു. അവൻ മൈക്കും കൊണ്ട് അടുത്ത് ഇരുന്ന് തരാന്ന്, അത്രേ ഉള്ളു. ഇന്നലെ ഞങ്ങള് ഡ്രസ് എടുക്കാൻ തുണിക്കടയിൽ പോയപ്പോ അവിടെ ഞങ്ങൾ ആദ്യമായിട്ട് രാധാസി കേറിയ. ഇന്നലെ ഫ്രണ്ട്സ് ഞങ്ങള് പെരുന്നാൾ കോടി എടുക്കാൻ പോയ കടയില് പൊന്നു നമ്മുടെ വീഡിയോ കാണുന്ന ഒരു മോളുണ്ടായിരുന്നു, ഇത് സ്റ്റാഫായിട്ട്. അപ്പം വന്ന് ചോദിച്ചു പൊന്നു ഒരു ഡാൻസ് കളിക്കുമെന്ന്. അങ്ങനെ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്ന താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ പൊന്നൂസ് ഡാൻസ് കളിച്ചു. പക്ഷെ ആ സമയത്ത് ഞാൻ ഐഫോൺ എടുത്തോണ്ട് പോയില്ല, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, പൊന്നൂസ് കളിച്ചു. ആദ്യം ഭയങ്കര പേടിയായി. അയ്യോ എത്ര നേരം ഇതെന്ത് വട്ടയിലേക്ക് കൊണ്ടുവരുന്നേ. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ പെരുന്നാൾ പങ്ക് മുത്തുമണീസ് ഇങ്ങനെ അടച്ചത്. ഒത്തിരി ആളുണ്ടായിരുന്നോ? ആൾക്കാര് അയ്യോ, ഞാൻ ഇതിനകത്തിരുന്ന് പുഴുങ്ങി ഒരു ധൈര്യത്തിന് ഓടിക്കേറി ചാടി വന്ന സമയം പോട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഫോണിൽ ചാർജും ഇല്ല. പൊന്നൂസും മോണ്ടനും വീട്ടിൽ കളിച്ചോണ്ടിരുന്നപ്പം അണ്ണ ഇറച്ചി വാങ്ങാൻ പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ ഞാനും വരാൻ വെറുതെ ഇരിക്കുമല്ലോ. അങ്ങനെ ഞാനും ചാടി കയറിയതാണേ. ഇവിടെ കാറിൽ കടയൊന്നും തുറന്നിട്ടില്ല പെരുന്നാളായതുകൊണ്ട്. അപ്പോൾ ഒരു പാലും പിന്നെ പൊന്നൂസിന് മോണുക്കുട്ടന് ഐസ്ക്രീമും വാങ്ങിച്ചു. പൊരിപ്പൊന്നും വാങ്ങാൻ ഒരു കടയില്ല കേട്ടോ. അപ്പോൾ ഇതിന് നമ്മുടെ കിറ്റിപ്പൂച്ച വന്ന് ഷിണ്ടിരി പിന്നെ വന്നു കേട്ടോ. അപ്പോൾ അവളെ കഴുത്തിൽ ഞാനൊരു ചെയിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പണ്ട് നമ്മുടെ പുനലൂർ താമസിച്ചപ്പം ഇങ്ങനെയാണ് ഏത് മാല ഇട്ട് കൊടുത്താലും കൊണ്ട് കടിച്ച് പറിച്ച് അവളങ്ങ് കളയും. പക്ഷെ ഇവളങ്ങനെ കളയത്തില്ല കേട്ടോ. ശുണ്ടിരിയാണ്, വയറ്റി വാവയൊക്കെ ഉണ്ട്. അമ്മ പറയുന്നതാണ് എൻ്റെ ശബ്ദം കേട്ടാൽ ഇവിടെ നിന്ന് ഓടി വരുമെന്ന്, ഞാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പിന്നെ 3ാമത്തെ പ്രസവമാണ് അവളുടെ ഇവിടെ വന്നതിന് ശേഷം. പിന്നെ ഇത് ചായയൊക്കെ ഇട്ട് 2 ബിസ്ക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു പൊന്നൂസിനും മോനുകൂട്ടനും. ഒന്നുമില്ല, എല്ലാ കടയും, കാരണം എല്ലാവരും പെരുന്നാൾ ആഘോഷത്തിലാണല്ലോ, കട ഇന്നത്തെ ദിവസം ഒന്നും കാണൂല. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ പൊന്നൂസും മോണ്ടനും ദേ അരിയും ചോറും വെച്ച് കളിക്കുകയാണ്. അമ്മ ആണെങ്കിൽ ചെടി പിച്ചിക്കൊണ്ട് വന്ന് ഇങ്ങനെ പൂ കണ്ടിച്ച് കളയുന്നതിന് അമ്മ ഇരുന്ന് പിറുപിറുക്കുവാണ്. പിന്നെ എന്നെ ഞാൻ ഇതിന് വഴക്കുണ്ടാക്കുന്നു പറഞ്ഞാൽ അമ്മ അധികം ഒന്നും മിണ്ടുന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും സാലി നോക്ക് സിറ്റൗട്ടെല്ലാം പന്നലാകുന്നെന്ന്. അപ്പം ഞാൻ പൊന്നൂസിനെ മോണ്ടനെ ഒന്ന് അമ്മട്ടും. പിന്നെ ഞങ്ങൾ നേരെ ഷാദാൻ്റെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന് കയറാൻ പോയപ്പോൾ ഭയങ്കര മഴ കേട്ടോ. അവിടെ എവിടെയെല്ലാം വെള്ളം കെട്ടി നിൽക്കുന്നു, നല്ല രസമുണ്ട് ഈ മഴയത്ത് ഇങ്ങനെ നോക്കാൻ. വെള്ളം കെട്ടി നിൽക്കുന്നു അവിടെയൊക്കെ. ഇവിടെ അത്ത മാത്രമേ ഉള്ളൂ കേട്ടോ. അമ്മയും അക്കായും ഒക്കെ അണ്ണൻ്റെ അമ്മച്ചി വീട്ടിൽ പോയേക്കുവാണ്, ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പോൾ ദേ അമ്മ തേങ്ങാച്ചോറാണ്, അമ്മ എല്ലാ പെരുന്നാളിനും തേങ്ങാച്ചോറാണ്. പിന്നെ അമ്മ കറി എടുത്തുകൊണ്ട് പോകണേന്ന് അണ്ണനോട് പറഞ്ഞായിരുന്നു കേട്ടോ. പിച്ചി കറി എടുത്ത് പെരുന്നാൾ പങ്കായിട്ടേ. ഞങ്ങൾ മഴയത്തൊന്ന് കറങ്ങിറങ്ങിയാണ് അണ്ണൻ്റെ വീട്ടിൽ പോയിട്ട്. ഞങ്ങളുടെ വീട്ടിലോട്ട് കയറിയാൽ മതി, പക്ഷെ എന്നാലും ഒന്ന് റൗണ്ട് അടിക്കാം. വീട്ടിൽ ഇപ്പൊ പോയാലും അതെ, ഇടി ഇടിക്കുന്നോണ്ടല്ലേ നമ്മൾ ഊരി ഇട്ടിട്ടാ വന്നേ. മോനുകൂട്ട എന്തേ ഷിൻഡ്രു അപ്പൊ அவங்க റൗണ്ടൊക്കെ അടിച്ചിട്ട് പെരുന്നാളായിട്ടൊന്ന് റൗണ്ട് അടിച്ചില്ലെന്ന് വേണ്ട, ആ ഒരു കുറവ് വേണ്ട. ഭയങ്കര മഴ കേട്ടോ. അതെ, ഞങ്ങളുടെ പെരുന്നാൾ ട്രിപ്പാണ്. ഞങ്ങളുടെ കാര്യറ എല്ലാം ഒന്ന് കറങ്ങുന്നു, അത്രേ ഉള്ളൂ. നല്ല മഴ കേട്ടോ, ഭയങ്കര മഴ. ഇവിടെ ഭയങ്കര മഴയും ഇടിമിന്നലുവാ. ഞങ്ങളാണെങ്കിൽ തിരിച്ചിവിടെ വരാൻ നേരത്തെ ഇവിടെ കുറെ 2 പട്ടികൾ കിടന്നു. ഞങ്ങൾ എന്നും കഴുകക്ക് ഞങ്ങളെ ജോലി. അപ്പം ഈ പട്ടികളെ കൊണ്ട് എന്തൊരു ശല്യമാണ്. എപ്പോഴും ഒരു ദിവസം 2 പേര്, അത് കഴിഞ്ഞ് വേറെ ആൾക്കാർ.
എന്നും വന്ന് നടക്കുമ്പോൾ എനിക്ക് ശല്യമാണ്. എപ്പോഴും അദ്ദേഹം കഴുകുക ജോലി ചുറ്റോട്ടി കഴുകി അതിന് മടുത്ത്. അപ്പം അത്ത പറയുക മറ്റേ ഇവിടെ മുട്ടുണ്ടല്ലോ വെളിയിടുന്ന ഇങ്ങനെ എന്തോ അത് കത്തിച്ചങ്ങ് കളയട്ടെ. ഞങ്ങള് വീട്ടിൽ വന്നു. കോടി ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പാൻ്റാണ് കേട്ടോ, നല്ല രസമുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഉടുപ്പാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഷാളാണ്. ഇത് നമുക്ക് ഇങ്ങനെ കഴുത്തിക്കൂടെ ഇടാം. ഇവിടെ ആണെങ്കിൽ ഡിസൈനും ഉണ്ട്. അമ്മായിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഉടുപ്പ് തന്നെയാണ് ഞാൻ എടുത്തത്. അടുത്തത് ആണ് നമ്മുടെ ഡ്രസ്. അത് ബാക്കാ, ഫ്രണ്ട് അപ്പുറവാ. ഓക്കെ. ഇതാണ് ഗൈസ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ഞങ്ങളുടെ മഴയിടിയും. അവിടെ മഴ ഉണ്ടാവുന്ന താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ ഞങ്ങളുടെ പെരുന്നാൾ വിശേഷം ഇത്രയൊക്കെ ഉള്ളായിരുന്നു. മഴ കൊണ്ടുപോയി. അതെ, മഴ കൊണ്ടുപോയി ഞങ്ങളുടെ പെരുന്നാള്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ തന്നെ പറഞ്ഞല്ലോ മുത്തുമണീസ്. അപ്പം നമ്മുടെ നാട്ടിലെ കുഞ്ഞി വലിയ പെരുന്നാൾ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ മുത്തുമണീസ്. ലവ് യു, ടാറ്റാ, ബൈ ബൈ.